അങ്ങനെയുള്ള കേസുകൾ കിട്ടുകയാണ്. അപ്പം അങ്ങനെയുള്ള കേസുകൾ പറയുന്നുണ്ട് ആത്മാർത്ഥമായിട്ട് അറിയാൻ ആഗ്രഹം ഉണ്ടായിട്ട് തടസ്സങ്ങൾ മാറി മുന്നോട്ട് വഴി കാണിക്കുവാനെ എന്നുള്ള ആത്മാർത്ഥമായിട്ട് ചോദിക്കുന്നതാണ്. നമുക്ക് ഒരു കഴിവ് എന്ത് ചെയ്യണം അറിയാതെ ഒരു യാത്ര പോകുന്നത് ഗോകുലനാഥത്തിൽ വളരെ ആത്മാർത്ഥത നമുക്ക് ചോദിക്കുന്ന വ്യക്തമാണ്. നമ്മൾ മുന്നോട്ട് പോയിട്ട് എന്റെ ഗോകുലനാഥിനെ വിശ്വസിച്ചാലേ മുന്നോട്ട് പോകും. ആ പോകുന്ന വലിയ അങ്ങനെ വിശ്വസിച്ചാണോ വിളിക്കുന്നത്, അത് സമാജത്തിൽ ലഭ്യമാണോ, കളിയാക്കാൻ ലഭ്യമാണോ, ഉപയോഗിക്കാൻ ലഭ്യമാണോ മറ്റുള്ളത് അവരുടെ സ്ഥാനവും അവസ്ഥയും മനസ്സിലാക്കണം. അവരുടെ മനസ്സിലാക്കണം, അവരുടെ പ്രിയോകൃഷ്ണൻ മനസ്സിലാക്കണം, അവരുടെ സ്ഥാനം മനസ്സിലാക്കണം, അവരുടെ സ്ഥിതി മനസ്സിലാക്കണം, അവർ എന്തിനാണ് വിളിക്കുന്നത് എന്നുള്ളത് എന്തിനാണോ അല്ലയോ എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. മുമ്പ് പറഞ്ഞ പോലെ അടിസ്ഥാനത്തിൽ നോക്കണം. അതൊരു പ്രശ്നമൊന്നുമില്ല. പ്രശ്നങ്ങളിലേക്ക് ഇന്നത്തെ ആളുകളെ വേണ്ടി പ്രവർത്തിക്കണം. പ്രശ്നം ഓർത്തതാണ് ജനുവനായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ജനുവനായിട്ടൊരു തടസ്സം വരുമ്പോൾ അവർക്ക് കരകയറാൻ വേണ്ടിയിട്ടാണ് വിളിക്കുമ്പോൾ അങ്ങനെയാണ് വിളിക്കുന്നത് മനസ്സിലാക്കി അതിന് വേണ്ട രീതിയിൽ പ്രതികരിക്കാനുള്ള കഴിവ് ഉണ്ടാവണം. അതിനെന്താ വേണ്ടത്? അത് ഒരു ഗോൾഡൻ റൂളാണ്. മനസ്സിലായി? അതുപോലെ തന്നെ ഗ്രഹങ്ങളുടെ നവാംശം ഏതാണ് അത് നോക്കുക. നവാംശം വളരെ പ്രധാനപ്പെട്ടാണ്. വളരെ വിശാലമായിട്ട് ശാസ്ത്രബോധം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നൂറ്റിയുടെ നവാംശത്തെ കുറിച്ച് വിശേഷ ഫലങ്ങളെ കുറിച്ച് പറയണമെന്ന് കുറിച്ച് ആഗ്രഹമുണ്ട്. അതുപോലെ അനുഗ്രഹിക്കുന്നത് നടത്തും. നമ്മൾ ഓരോ വിഷയം നോക്കുമ്പോൾ അതിന്റെ വർദ്ധചക്രങ്ങൾ സബ്ചാർട്ടുകൾ ഗ്രഹങ്ങളിൽ എടുത്ത് പാസ്ലേഷനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്ന ഭാവം ഷഷ്ടാംശത്തിൽ അതെങ്ങനെയായിരുന്നു എന്നുള്ളത് പ്രധാന ഭാവത്തിൽ ചിന്തിക്കുന്ന കർമ്മങ്ങളെ ബന്ധപ്പെടുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചാർട്ടുകൾ എങ്ങനെയാണെന്ന് നോക്കണം. ഉദാഹരണത്തിന് ഒരാളുടെ റിലേഷൻഷിപ്പാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ജീവൻ, അതായത് ഗ്രഹന്റെയും അതോടൊപ്പം തന്നെ ഈ നയം, അതായത് നവാംശം എന്ന് പറയുന്ന അയാളുടെ കാമചിന്താഗതികൾ, അയാളുടെ വെസ്റ്റ് റിലേറ്റഡായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ ക്വാളിറ്റി എങ്ങനെയാണ് വെസ്റ്റ് റിലേറ്റഡായ കാര്യങ്ങൾ എന്നുള്ളത് അവിടെ എങ്ങനെ സാമ്പത്തിക ജീവിതത്തിൽ എങ്ങനെ സക്സസ്ഫുൾ ആകും, കുടുംബജീവിതത്തിലെ കെയറിങ് എങ്ങനെയായിരിക്കും, സെക്ഷുവലായിട്ട് എങ്ങനെയായിരിക്കും, അതിന്റെ തോട്ട് പ്രോസസ്സിൽ എങ്ങനെയായിരിക്കും പോകുന്നതെന്നൊക്കെയുള്ളത് എങ്ങനെ വെച്ച് നോക്കാം. അപ്പൊ ദിങ്ങിനെയും ജീവിതത്തിലും ജനങ്ങളിലും തമ്മിലുള്ള പൊരുത്തക്കേടുകൾ അവരുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടുണ്ടാകും. അതുപോലെ തന്നെ ജീവിതത്തിൽ കാണുന്നത് കാണുന്നതായിട്ടുള്ള പൊരുത്തക്കേടുകൾ കാണുന്ന ഓരോ സബ്ജക്റ്റിലും ഓരോ വർദ്ധശാസ്ത്രമാണ്. അത് വെച്ചിട്ട് നമ്മൾ നിരീക്ഷിക്കണം. ഇനി അടുത്തത് എന്റെ അനുഭവം കൊണ്ട് പറയാം. ഒരു ഗ്രഹം നക്ഷത്രത്തിന്റെ ആകൂലന്റെ ഫലം ഏത് ഗ്രഹമായിട്ട് ചന്ദ്രൻ ഒരു നക്ഷത്രത്തിൽ നിൽക്കുന്നതാണ് ആ നക്ഷത്രത്തെ ലഭിച്ചു പറയും. അതേപോലെ തന്നെ ഒരു ഗ്രഹം ഒരു നക്ഷത്രത്തിലാണെങ്കിൽ ആ നക്ഷത്രത്തിന്റെ സ്വഭാവവും ആ നക്ഷത്രാവലിയുടെ സ്വഭാവവും ഇയാളുടെ ആ ഗ്രഹത്തിന്റെയും ഭാവത്തിന്റെയും ഫലം തരുന്നത് വലിയൊരു പങ്കുണ്ട്. ഇത് ഞാൻ പറയുമ്പോൾ എല്ലാവരും പ്രകൃതി ചാറ് വെച്ച് പറയുന്നു. ഒരിക്കലുമല്ല. പരാശര പോലെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഭാവാദികളെ പോലെ തന്നെ നക്ഷത്രാദികളും കാണണം. അപ്പോൾ അത് നോക്കുക. പരാശര പോലെ മാത്രമല്ല പല ഗ്രന്ഥങ്ങളിലും പറയുന്നത്. ചില വർഷങ്ങളുടെ ഒരുപാട് ഗ്രന്ഥങ്ങൾ പറയുന്നു. അതുകൊണ്ട് തന്നെ ഭാവാദികൾ തോന്നിക്കുന്ന ഭാവം പോലെ തന്നെ ഭാവാദികൾ തോന്നിക്കുന്ന രാശി പോലെ തന്നെ ഭാവാദികൾ തോന്നിക്കുന്ന നക്ഷത്ര ആദികൾ ഫലം ഉറപ്പായിട്ടുള്ള ഒരു ഗ്രഹം ഒരു നക്ഷത്രത്തിൽ നിന്ന് ആ നക്ഷത്രാദികളുടെ സ്വഭാവം 60% ഫലം സെലക്ട് ചെയ്യാം. ഉറപ്പാണ്. ഒരു ഗ്രഹം അല്ലെങ്കിൽ ഒരു ഭാവാദികൾ കൂടെ നോക്കിയിട്ട് അല്ലെങ്കിൽ നക്ഷത്രങ്ങളെ നോക്കിയിട്ട് വേണം ഫലം പറയാൻ. പൊതുവെ നക്ഷത്രങ്ങളെ നോക്കി അങ്ങനെ ഫലം പറയാറ് കുറവാണ്. പക്ഷേ ഓരോ നക്ഷത്രത്തിന്റെയും 60 നാഴിക സമയം കട്ടിയത് കലകളെ കട്ട് ചെയ്തിട്ട് ഓരോ നാഴികയിലും പ്രശ്നം വന്നാൽ എന്തൊക്കെ ഫലമാണെന്നുള്ളത് നോക്കും. നക്ഷത്രത്തെ വെച്ച് ഫലം പറയുന്നത് ജ്യോതിഷത്തിലും
വിപത്തായിരിക്കാം. ഒരാൾ വന്ന് കയറുമ്പോൾ ആ നാഴിക ആ നക്ഷത്രം നമ്മുടെ നക്ഷത്രം ഏതാണ്, ഏത് നാഴികയിലാണ് നക്ഷത്രം പൊരുതുന്നത് എന്ന് നോക്കിയിട്ട് ആ പർട്ടിക്കുലർ നാഴിക എത്ര നാഴിക സമയം കഴിയുന്ന നക്ഷത്രത്തിന്റെ ആ പർട്ടിക്കുലർ നാഴിക എന്ത് ഫലമാണെങ്കിൽ ഫലമുണ്ട്. ആ ഫലം എന്താണെന്നുള്ളതൊക്കെ നമ്മൾ പിന്നീട് ക്ലാസ്സിൽ പഠിക്കാം. ബേസിക്കലി ഒരു ഭാവം നോക്കുമ്പോൾ ഭാവം, ഭാവാധിപൻ, ഭാവാധിപൻ പോയിരിക്കുന്ന രാശി, ഭാവാധിപൻ യോഗം ചെയ്ത ഫലം, ഭാവാധിപനുമായി യോഗം ചെയ്തിരിക്കുന്ന ഗ്രഹം, ഭാവാധിപന്റെ ഭാവം, അതുപോലെ തന്നെ ഭാവാധിപന്റെ നക്ഷത്രാധിപൻ, ഭാവാധിപൻ പോയി നിൽക്കുന്ന രാശിയുടെ ആ കുളത്തിന്റെ അധിപതി ഈ നക്ഷത്രമാണ് രാശി. അതേപോലെ ഭാവാധിപനെ ദൃഷ്ടി ചെയ്യുന്നത് ഇതെല്ലാം വേണം. ഇതുപോലെ നിൽക്കുന്ന ആളാരാണെന്ന്, അയാളാണോ പെണ്ണാണോ നോക്കണം, അയാളുടെ കൺസേൺ എന്താണെന്ന് നോക്കണം, അയാളുടെ നോക്കണം, പ്രായം നോക്കണം, ഏത് സാഹചര്യത്തിൽ വളർന്നതാണെന്ന് നോക്കണം, എന്തിനാണ് വിളിക്കുന്നതെന്ന് നോക്കണം. എന്നിട്ട് അപ്പോഴത്തെ സമയവുമായിട്ട് കൂട്ടിയോജിപ്പിച്ച ഫലം പറയണം. ഏത് ഭാവവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ചോദ്യമാണ് വരുന്നത്, ഏത് ഭാവവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് നമുക്ക് അറിയുന്നത്, സന്താനമാണോ അല്ലെങ്കിൽ ആയുസിന്റെ വിഷയമാണോ എന്നൊക്കെ വരുന്നത്. അത് ആയുസിന്റെ വിഷയമാണെങ്കിൽ അഷ്ടമഭാവത്തെയും ഗ്രേക്കാത്തെയും നോക്കാം. 36 ഗ്രേക്കാനുണ്ട്. ആ ഗ്രേക്കാറിൽ അഷ്ടമഭാവാദിനും ഗ്രേക്കാദിനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കണം. മനസ്സിലാവുന്നുണ്ടോ? എന്താ പറയുന്നത്, വിവാഹത്തിന്റെ ആണെങ്കിൽ 7-ാം ഭാവം ഈ പറഞ്ഞെല്ലാം നോക്കിയിട്ട് 7-ാം ഭാവം നവാംശവുമായിട്ടുള്ള ബന്ധം നമ്മൾ ഇങ്ങനെ നോക്കി ശീലിക്കാൻ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഷഡ്ജലം നോക്കാം. അതുപോലെ അഷ്ടവർഗ ജലങ്ങൾ നോക്കാം. ഇതെല്ലാം ഓരോ രാശിയിൽ ഉപയോഗിക്കുന്ന അക്ഷരങ്ങളാണ്. ഓരോ രാശിയിൽ എത്ര അക്ഷരങ്ങൾ ഉപയോഗിക്കുന്നുള്ളത് നോക്കാം. അങ്ങനെ ഒരുപാട് വിഷയങ്ങളെ കോരിയിലേക്കാണ് ഒരു ഫലത്തിലേക്ക് ആദ്യം പറഞ്ഞ എല്ലാവരും ജാതകം നോക്കുന്നതിനനുസരിച്ച് അസ്ട്രോളജി മാസ്റ്റർ ക്ലാസിന്റെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഭാവത്തിന്റെ കുറിച്ചാണ്. ഭാവത്തിന്റെ